ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി തുർക്കി. ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി നീങ്ങിയ ഗ്ലോബൽ സുമൂത്ത് ഫ്ലോട്ടിലെ കപ്പലുകൾക്ക് നേരെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നെതന്യാഹുവിനും ഉന്നത ഉദ്യോഗസ്ഥനായ അഫെക് മോസ്കോവിച്ചിനുമെതിരെ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്ന് തുർക്കി നീതിന്യായ മന്ത്രി ആവശ്യപ്പെട്ടു. ബെഞ്ചമിൻ നെതന്യാഹു, അഫെക് മോസ്കോവിച്ച് എന്നിവർക്കെതിരെ തുർക്കി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ പിടികൂടുന്നതിനായി ഇന്റർപോൾ റെഡ് നോട്ടീസ് നീതിന്യായ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിദേശകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കൽ, ബോധപൂർവം പരിക്കേൽപ്പിക്കൽ, പീഡനം തുടങ്ങിയ കുറ്റങ്ങളിലാണ് വിചാരണ നേരിടുന്നത്. അന്താരാഷ്ട്ര സമുദ്രത്തിൽ ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണവും അവരെ കസ്റ്റഡിയിലെടുത്തതുമാണ് കുറ്റാരോപണങ്ങൾക്ക് കാരണമെന്ന് തുർക്കി നീതിന്യായ മന്ത്രി പറഞ്ഞു. മെയ് മാസത്തിൽ 430ഓളം ആക്ടിവിസ്റ്റുകളുമായി ഗാസയിലേക്ക് പുറപ്പെട്ട കപ്പലിനെ ഇസ്രായേൽ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് തടഞ്ഞിരുന്നു. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചു. സംഭവത്തിൽ ഫ്രാൻസ്, ഇറ്റലി, ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നുണ്ട്. ഇതിനിടെയാണ് തുർക്കി നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. നരഹത്യ, മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ, പീഡനം, ബലമായി തടഞ്ഞുവെക്കൽ, ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിച്ചവർക്കു നേരെ നടത്തിയ സായുധാക്രമണം തുടങ്ങി ഗുരുതര കുറ്റങ്ങളാണ് തുർക്കി ഉന്നയിച്ചിരിക്കുന്നത്. ഗാസയിലെ വംശഹത്യയെ തുടർന്ന് നെതന്യാഹുവിനും 37ഓളം ഇസ്രായേൽ നേതാക്കൾക്കുമെതിരെ തുർക്കി നേരത്തെ തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. നാറ്റോ അംഗമായ തുർക്കി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഏറ്റവും കടുത്ത വിമർശകരിൽ ഒരാളാണ്. ഗസയിലെ വംശഹത്യാ യുദ്ധവുമായി ബന്ധപ്പെട്ട് നെതന്യാഹുവിനെതിരെ തുർക്കി നേരത്തെ തന്നെ ആഭ്യന്തര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങളിലും ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നടപടികൾ സ്വീകരിക്കണമെന്ന് തുർക്കി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം ഇസ്രായേൽ നിഷേധിച്ചിരുന്നു. മെയ് മാസത്തിൽ അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ വെച്ച് ഗസയിലേക്ക് സഹായം എത്തിക്കാനായി യാത്ര തിരിച്ച ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലയുടെ ഭാഗമായുള്ള കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ സേന വെടിയുതിർത്തിരുന്നു. നേരത്തെയുള്ള യാത്രകളും ഇസ്രായേൽ തടസ്സപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ 35 പേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും തുർക്കി നീതിന്യായ മന്ത്രി അക്കിൻ ഗുർലെക്സ് എക്സ്പോസ്റ്റിൽ അറിയിച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുകളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അവരെ കണ്ടെത്താനായി റെഡ് നോട്ടീസുകൾ പുറപ്പെടുവിക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ഞങ്ങളുടെ നീതിന്യായ മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വ്യക്തികളെ കണ്ടെത്താനും താൽക്കാലികമായി അറസ്റ്റ് ചെയ്യാനും ആവശ്യപ്പെട്ട് ലോകമെമ്പാടുമുള്ള പോലീസ് സേനകൾക്ക് നൽകുന്ന അഭ്യർത്ഥനയാണ് ഇന്റർപോൾ റെഡ് നോട്ടീസ്. അംഗരാജ്യങ്ങൾ സമർപ്പിക്കുന്ന ഇത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത്. അതിനിടെ നെതന്യാഹുവിന്റെ ഓഫീസ് തുർക്കിയുടെ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നിട്ടും ബുഡാപാസ്റ്റിലെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന ഹംഗറിക്കെതിരെ ICC അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്തുകൊണ്ട് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് വിശദീകരിക്കണമെന്ന് ഹംഗറിയോട് ജഡ്ജിമാർ ആവശ്യപ്പെട്ടിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അതിനാൽ തന്നെ ICCയിൽ അംഗമായ ഏത് രാജ്യത്ത് പ്രവേശിക്കപ്പെട്ടാലും നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം എന്നാണ് നിയമം. ഈ നിയമം പ്രാബല്യത്തിൽ നിൽക്കവെയാണ് നെതന്യാഹു ഹംഗറിയിൽ സന്ദർശനത്തിനായും എത്തിയത്. ഇതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര കോടതി ഹംഗറിക്കെതിരെ നിയമലംഘന നടപടികൾ ആരംഭിച്ചത്. എന്നാൽ നെതന്യാഹുവിന്റെ സന്ദർശന സമയത്ത് തന്നെ ICCയിൽ നിന്ന് പിന്മാറുന്നതായി ഹംഗറി പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.